അമ്മയ്ക്ക് തിടുക്കമായി. അല്ല, ഹാളിൽ വെച്ച് തന്നെയല്ലേ ചടങ്ങ്? മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. പെൺകുട്ടി റെഡിയാണെങ്കിൽ വരാൻ പറയാം. പെൺകുട്ടി എത്തിയാ പൂജ തുടങ്ങാം. ഈ നിശ്ചയം നടക്കില്ലെന്ന് ഋതിക മേഡം തർപ്പിച്ചു പറഞ്ഞു. ഈശ്വര, ഇനി എന്തൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നെന്ന് ആലോചിച്ചിട്ട് പേടിയാവുക. ഋതിക മേഡത്തിന്റെ മനസ്സ് മാറ്റാൻ ഇനി ഏത് ശക്തിക്കാ സാധ്യമാവുക? പ്രിയപ്പെട്ട ഋതികയ്ക്ക് ഞാൻ ആരാണെന്ന് സംശയം എല്ലാ പിറന്നാൾ ദിവസവും ബർത്ത്ഡേ ഗ്രീറ്റിംഗ് ലഭിക്കുമ്പോൾ നിനക്കുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു കോണില് നീ അറിയാതെ ഞാനുമുണ്ട്. നിലാ വെളിച്ചമായി നിന്നെ ഭൂമിയിലേക്ക് അയച്ച പൂർണ്ണ ചന്ദ്രനാണ് ഞാൻ. തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും നമുക്കിടയിൽ ഒരു ആത്മബന്ധമുണ്ട്. പരസ്പരം തമ്മിൽ കണ്ടുമുട്ടി ഒരുമിച്ച് സമയം ചെലവഴിച്ച് സ്നേഹം പങ്കുവച്ചിട്ടില്ലെങ്കിലും നിന്റെ ആത്മമിത്രമാണ് ഞാൻ. പക്ഷേ നിന്റെ പിറന്നാൾ ദിവസങ്ങളിൽ നിനക്കിഷ്ടമുള്ള സ്നേഹ സമ്മാനങ്ങളുമായി വന്ന് നിന്നെ കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരു നിർഭാഗ്യവതിയാണ് ഈ ഞാൻ. ഞാൻ എഴുതുന്ന ഓരോ വാക്കുകളും നിനക്ക് ആശീർവാദങ്ങളാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവ ഐശ്വര്യങ്ങളും നിനക്കുണ്ടാവട്ടെ. സന്തോഷത്തിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ച അളവില്ലാത്ത ആനന്ദ നിമിഷങ്ങളും ആഗ്രഹ സാഫല്യങ്ങളും നിറഞ്ഞ ജീവിതമാണെന്ന് എല്ലാവരും ഉത്തരം നൽകും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതും മാത്രം നടക്കുന്നതല്ല യഥാർത്ഥ സന്തോഷമെന്ന് നീ തിരിച്ചറിയണം. നമ്മളെ സ്നേഹിക്കുന്നവരെയും നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മളാൽ കഴിയുന്ന വിധം സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ശാശ്വതമായ സന്തോഷം. ആ സന്തോഷം എന്നും നിലനിൽക്കും. ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല, ദുഃഖങ്ങളും
പരിഹാരം കണ്ടെത്താനാവാത്ത പ്രശ്നങ്ങളും ഉണ്ടാകും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ വന്നു മൂടിയാൽ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ നിന്റെ മുന്നിൽ നിരനിരയായി വന്നു നിന്നാൽ നിന്റെ മനസ്സ് നിരാശ കൊണ്ട് നിറഞ്ഞേക്കാം. പക്ഷേ നീ തോറ്റു പിന്മാറരുത്. ദുഃഖങ്ങളും പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളും ശാശ്വതമല്ല. സാഹചര്യങ്ങളോട് പോരാടാൻ നീ പഠിക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോറ്റു കൊടുക്കേണ്ട അവസ്ഥ നിനക്ക് വന്നാൽ എതിരെ നിൽക്കുന്നത് നീ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ നീ മടി കാണിക്കരുത്. നീ കാരണം നീ സ്നേഹിക്കുന്നവർക്ക് സന്തോഷം ലഭിച്ചാൽ അതിൽ പരം മഹത്തായ പ്രവൃത്തി മറ്റെന്താണ്? എന്റെ ഈ വാക്കുകൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1000 പിറന്നാൾ ആശംസകളോടെ അഭ്യുദയകാംക്ഷി. ചിലപ്പോ ഇതായിരിക്കും ഇപ്പോഴത്തെ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം. ല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്ന അതല്ലേ അച്ഛന്റെ സന്തോഷം? അച്ഛന്റെ തീരുമാനത്തിന് ഈ മകള് എതിര് നിൽക്കുന്നില്ല. അച്ഛൻ തീരുമാനിച്ചുറപ്പിച്ച എൻഗേജ്മെന്റിന് കൃതികയ്ക്കും സമ്മതമാണ്. രമ്യ, അണിഞ്ഞൊരുങ്ങിയത് എങ്ങോട്ടാ? വലിയ സന്തോഷത്തിലാണല്ലോ നീ. അതെ, ഞാൻ നല്ല സന്തോഷത്തിലാ. നമ്മുടെ ഋതികയില്ലേ, മന്ത്രിയുടെ മോള്, ആളുടെ വിവാഹ നിശ്ചയം. ഓ, അങ്ങോട്ട് പോവാ. അല്ല, ആ പെണ്ണ് നിന്റെ ആജന്മ ശത്രുവല്ലേ, പിന്നെ എന്തിനാ അവളുടെ നിശ്ചയത്തിന് പോകുന്നേ? അവളെന്നോ? ദേ, ഋതിക ഒരു മന്ത്രിയുടെ മകളല്ലേ. കുറച്ച് മര്യാദയൊക്കെ സംസാരത്തിലാവാം കേട്ടോ. ദേ രമ്യ, നീ തന്നെയാണേ സംസാരിക്കുന്നേ. നിനക്ക് എന്താ പറ്റിയേ? നിങ്ങൾ കീരിയും പാമ്പും ആയിരുന്നല്ലോ, ഇപ്പൊ എന്തോ ഒരു മാറ്റം. ആ, അതൊക്കെ മാറി. ഋതികെ ഇപ്പൊ എന്റെ നല്ലൊരു ഫ്രണ്ടാ. അതായിരിക്കും ഇപ്പൊ നമ്മളെ ഒന്ന് ഫോണിൽ പോലും വിളിക്കാത്തത്. രാജുവിനെ ഒന്ന് വളയ്ക്കാനേ നിന്നോടൊക്കെ എന്നെ എത്ര തവണ ഐഡിയ ചോദിച്ചു. എന്തെങ്കിലും നടന്നോ ഇതുവരെ? നിങ്ങളെ നോക്കിക്കോ, എന്റെ ആഗ്രഹം ഞാൻ ഋതികയോട് പറയും. പിന്നെ ഋതികയെ രാജുവേ നല്ല ഫ്രണ്ട്സാ. ഋതിക പറഞ്ഞാലേ രാജു എന്നോട് നോ പറയില്ല. നമുക്ക് കാണാം. ആ, കാണാം. എങ്കി ഞാൻ ആയിക്കോട്ടെ. അവളുടെ കൂട്ടി ഇവിടെ നിങ്ങളോടെ സംസാരിച്ചു നിന്നാലേ ഋതികയുടെ വീട്ടിലെത്തുമ്പോ ലേറ്റ് ആവും. ഓ, എന്തൊരു മാറ്റം ഇത്! അവളുടെ ഒരു ജാട കണ്ടില്ലേ? നീ വാ, നമുക്ക് വാ. ഇനിയും ഋതിക മേഡത്തിനെ കാത്തു നിന്നിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നില്ല. ഋതിക മേഡം നിശ്ചയത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞത് വർമ്മ സാറിനോട് പറയുന്നതാ നല്ലതെന്ന് തോന്നുന്നു.
എക്സ്ക്യൂസ് മീ. എന്താ രാജു? സാർ, അത് എനിക്ക് സാറിനോടൊരു കാര്യം. എന്താ രാജു, നീ എന്താ വല്ലാതിരിക്കുന്നേ? സാർ, അത് ഋതുശേഷി വന്നല്ലോ. രാജു, നീ എന്താ പറയണമെന്ന് പറഞ്ഞേ? ഏയ് ഒന്നുമില്ല സാർ. വാ മോളെ. രാജു സാർ, ഫിനാൻസ് മിനിസ്റ്ററിന് ഈവനിങ് സബ്മിറ്റ് ചെയ്യേണ്ടിരുന്ന ഫയൽ ഇപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് മെസ്സേജ് വന്നിരിക്കുന്നു. ഫയൽ റെഡിയല്ലേ? റെഡിയാണ് സാർ. നീ പോയി അപ്ലോഡ് ചെയ്യും. ചെക്കനും പെണ്ണും മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോതിരമാറ്റം നടത്താം. ഇനി ചെക്കന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മോതിരം മാറ്റിലേക്ക് കടക്കാം. ഈശ്വര ഭഗവാനെ. എവിടെ നിശ്ചയമോതിരങ്ങൾ എവിടെ? മോതിരം ബോക്സിലുണ്ടായിരുന്നല്ലോ. യാമിനി, പൂജാമുറിയിൽ വച്ചിരുന്നല്ലേ പറഞ്ഞത്? ഒന്നുകൂടെ പോയി നോക്കിയേ, അവിടെ തന്നെ കാണും. ഇല്ല പ്രതാപേട്ട, ബോക്സിനുള്ളിലാണ് ഞാൻ മോതിരം വെച്ചത്. മോതിരം വാങ്ങിച്ച പിന്നെ ബോക്സിൽ നിന്ന് ഞാൻ പുറത്തെടുത്തിട്ടില്ല. എന്താ യാമിനി ഇത്? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? സമയത്ത് മോതിരം ഇല്ലാന്ന് പറഞ്ഞ എങ്ങനെയാ? ഇനിയിപ്പോ വേറെ മോതിരം വാങ്ങാനുള്ള സമയമുണ്ടോ നമുക്ക്? അറിയാലോ, ഈ മുഹൂർത്തം കഴിഞ്ഞാ പിന്നെ അടുത്ത 3 മാസം കഴിഞ്ഞേ ഇനി ഒരു മുഹൂർത്തമുള്ളൂ. മോതിരം എവിടെ പോനാ ചേച്ചി? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എന്താ പ്രതാപ നീ പറയുന്നേ? യാമിനി പറഞ്ഞത് മോതിരം ബോക്സിനകത്ത് തന്നെ വച്ചെന്നല്ലേ? ആരെങ്കിലും എടുക്കാതെ എങ്ങനെയാ മോതിരം ബോക്സിന്റെ പുറത്ത് പോകുന്നത്? ഒരു മോതിരം ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും മിസ്സായതാണെന്നെങ്കിലും വിചാരിക്കാം. ഇതിപ്പോ 2 മോതിരങ്ങളും ബോക്സിലില്ല. യാമിനി എടുത്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. യാമിനി ഈ കുടുംബത്തിലെ അംഗമല്ലേ? പുറത്തുനിന്ന് വന്നവരാരെങ്കിലും ഈ വീട്ടിലിപ്പോ ഉള്ളവരെല്ലാം നമ്മുടെ ബന്ധുക്കളാ. ദേ ഇവരെ ഒഴിച്ച് എനിക്കിവരെ സംശയമുണ്ട്.
ആവശ്യമില്ലാത്ത എളിമയൊക്കെ കാണിച്ച് അമ്മാവനെ മയക്കി കൈ കിട്ടുന്ന വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോവാനാ ഇവരുടെ ഉദ്ദേശമെന്ന് ഇവരുടെ മുഖത്തെ കള്ള ലക്ഷണം കണ്ടാ അറിയാം. ഏയ്, ദീപക്, അത് രാജുവിന്റെ കുടുംബം. രാജുവിന്റെ അച്ഛനും അമ്മയും എനിക്ക് എന്റെ അച്ഛനമ്മമാരെ പോലെയാ. സംസാരിക്കുന്നത് സൂക്ഷിച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. രാജുവിന്റെ അച്ഛനും അമ്മയും എനിക്ക് എന്റെ അച്ഛനമ്മമാരെ പോലെയാ. സംസാരിക്കുന്നത് സൂക്ഷിച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. ദീപകേ, മോതിരങ്ങൾ കാണാനില്ലെന്ന് വെച്ച് ഒന്നും ചിന്തിക്കാതെ രാജുവിന്റെ കുടുംബത്തിന് മേലിൽ അതിന്റെ പഴി നീ ചുമത്താൻ ശ്രമിക്കുന്നത് അത് ഒട്ടും ശരിയായ പ്രവൃത്തിയല്ല. ദീപക് സാറേ, എന്തിനാ സാറേ ഞങ്ങളെ എപ്പോഴും ഇങ്ങനെ ശത്രുക്കളെ പോലെ കാണുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു വാക്ക് ഞങ്ങൾ ചോദിച്ചാൽ വർമ്മ സാർ ഞങ്ങൾക്ക് സാധിച്ചു തരും. ആ വർമ്മ സാറിന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കേണ്ട എന്താവശ്യം ഞങ്ങൾക്കുള്ളത്? പട്ടിണി കിടന്നുണ്ട് സാറേ ഒരുപാട്. പക്ഷെ അന്നും ഒരിറ്റ കഞ്ഞിക്ക് വേണ്ടി ആരുടെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടിയിട്ടില്ല. കാണാതെ പോയ മോതിരം എപ്പോഴെങ്കിലും ഈ വീട്ടിൽ നിന്ന് തിരികെ കിട്ടും. പക്ഷെ സാറി പറഞ്ഞ ആരോപണം കാരണം എല്ലാവരുടെ മുമ്പിൽ വെച്ചുണ്ടായ അപമാനം ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകില്ല. വിഷമമുണ്ട് സാറേ, ഒരുപാട് വിഷമമുണ്ട്. ഋതികമോളുടെ നിശ്ചയത്തിന് വരാൻ ക്ഷണിച്ചപ്പോഴേ ഞാൻ മനസ്സിൽ പേടിച്ചതാ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാറ് ഞങ്ങളെ വിഷമിപ്പിക്കുമെന്ന്. എന്നാലും ഋതികമോളുടെ നിശ്ചയമോതിരം ഞങ്ങൾ എടുത്തുവെന്ന് സാറ് പറഞ്ഞു കളഞ്ഞല്ലോ. മതി മതി, നാടകമൊക്കെ നിർത്തി നിങ്ങളുടെ മകളുടെ ഹാൻഡ് ബാഗ് ഇങ്ങതാ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. ദീപക്, എന്താ നീ ചെയ്യുന്നേ? ശ്രീ എന്റെ ഫ്രണ്ടാ. അവളെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിനക്ക് ഇവര് വലിയ സത്യവാന്മാരും സത്യവതികളൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് മോതിരെടുത്തത് ഇവരാ. അവള് തന്നെയാ മോതിരം എടുത്തെന്ന് നിനക്ക് മനസ്സിലായല്ലേ ഋതുമോളെ? അതല്ലേ നീ അവളുടെ ബാഗ് ചെക്ക് ചെയ്യാൻ ദീപകിന് സമ്മതിക്കാത്തത്? കള്ളി വെളിച്ചത്ത് വരുമെന്ന് വന്നപ്പോ അടവെടുക്കല്ലേ ഋതുമോളെ? ചേച്ചി പ്ലീസ് മതി. വേണ്ട വർമ്മ സാർ, എന്റെ ഹാൻഡ് ബാഗ് ഞാൻ തന്നെ തുറന്നു കാണിക്കാം. നോക്ക് ദീപക് സാറേ, ഇത്രയുള്ള എന്റെ ബാഗില്. സാറിന് ഇപ്പൊ തൃപ്തിയായല്ലോ? ഇങ്ങെടുക്ക. ദീപക് സാറേ, ഞങ്ങളുടെ അച്ഛനും അമ്മയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങളെ വളർത്തിയത്. അവർക്കും ഞങ്ങളുടെ മക്കൾക്കും സാറി പറയുന്ന മോഷണവും നുണപ്പറച്ചിലും ഒന്നും അറിയില്ല. വർമ്മ സാറിന്റെ കാരുണ്യത്തിൽ പഠിച്ചു വളർന്ന പെൺകുട്ടിയാ ഞാൻ.
ദീപക് സാറിന് ഞങ്ങളുടെ മനസ്സിതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിനക്ക് മതിയായോ ദീപക്? സമാധാനമായോ? ഇതിനു മുമ്പും പലതവണ നീ രാജുവിന്റെ കുടുംബത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചിരുന്നു. ഇവരുടെ രക്തം കുടിച്ച് നിനക്ക് ഇതുവരെ മതിയായില്ലേ? പ്രതാപ, നീ അങ്ങനെ പറയരുത്. എൻഗേജ്മെന്റ് ഇറങ്ങ് പിന്നെ ആരെടുക്കാനാ? ദീപക്കോ അതോ ഞാനോ? ഇല്ല അമ്മാവ, ഇവര് തന്നെയാ. എനിക്ക് ഉറപ്പാ.